നിങ്ങളുടെ നിസ്സംഗത കൊണ്ട് ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സാ പിഴവ് കൊണ്ടല്ല, നിങ്ങളുടെ ഉപദ്രവം കൊണ്ടല്ല, അല്ലാതെ ഒരു വ്യക്തികളുടെ ജീവൻ നിങ്ങൾ കാരണം, നിങ്ങളുടെ നോട്ടക്കാരണം, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാത്തത് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഒരു ജീവൻ കൂടി ഒഴിഞ്ഞു. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയാൾ മദ്യപിച്ച് കിടക്കുകയാവും. ആ വഴി വന്ന പലരും പറഞ്ഞൊഴിയുകയാണ്. ഒരു സമരിയാക്കാരനും ആ വഴി വന്നില്ല. റോഡരികിലെ അഴുക്കുചാലിനരികെ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച ഒരു 40-നോടടുത്ത പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, കുറ്റിത്താടിയും കനമേറിയ മീശയും, ഒരു മദ്യപന്റെ പരിവേഷം അയാൾക്ക് പലരും ചാർത്തിക്കൊടുത്തു. വെളുപ്പിനോടടുത്ത സമയത്ത് ആ വഴി വന്ന നൈറ്റ് പെട്രോളുകാർ ഒരു കൂട്ടം നായ്ക്കൾ താഴെ കിടക്കുന്ന ഏതിൻ്റെയോ ചുറ്റിനും കൂടി നിൽക്കുന്നത് കണ്ടു. അതിലെന്തോ ഒരു പന്തികരണം തോന്നി. അവരങ്ങോട്ടെത്തി. അതെ, അതൊരു മനുഷ്യനെ കാവൽ നിൽക്കുകയാണ്. ആ പട്ടികൾ, ആ നായകൾ. സഹയാത്രികർ കൈയൊഴിഞ്ഞപ്പോൾ, വിട്ടകന്നപ്പോൾ സഹജീവികളോടുള്ള കരുണ, മുമ്പൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനോടുള്ള അലിവ്, ഭൂമിയിൽ തങ്ങളോടൊപ്പം ജീവിക്കാൻ അവകാശമുള്ള ഒരു സഹജീവിയോടുള്ള കടമയാണ്, ബന്ധമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. അതാണ് ആ നായകൾ ചെയ്തത്. തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടടുത്ത് ആ അഴുക്കുചാലിൽ അടുത്തായിട്ട് അദ്ദേഹം കിടക്കാൻ തുടങ്ങിയതാണ്. പല മനുഷ്യർ അതിലൂടെ കടന്നുപോയി. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പലരും നോക്കി. അവരുടെ മുന്നിൽ അയാൾ ഒരു മദ്യപനാണ്. കാരണം അയാളുടെ മുണ്ട് അല്പം അഴിഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു, ഷർട്ടിന്റെ ബട്ടൺസ് അഴിഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അവർ കണക്ക് കൂട്ടി, തൊട്ടടുത്ത് ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, ആ ഔട്ട്ലെറ്റിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് കിടക്കുകയാണെന്ന്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെയല്ല, ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന സന്ദർഭങ്ങളിലേക്ക് കാണാം, പോണ്ടിച്ചേരിക്കും തമിഴ്നാടിനും ബോർഡറിൽ കുറെ പേര് ഇങ്ങനെ ഇതുപോലെ കിടക്കുന്നത്, വെള്ളമടിച്ച് പൂസായി ബോധമില്ല കിടക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ബ്രദറോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, അവരൊക്കെ ചീപ്പ് റേറ്റിനാണല്ലോ പോണ്ടിച്ചേരിന്ന് വെള്ളം കിട്ടുന്നത്. ആ വെള്ളം അടിക്കാൻ വേണ്ടി വന്ന് വെള്ളം അടിച്ച് വയറ് നിറയെ വെള്ളം, അല്ലെങ്കിൽ മൂക്കറ്റം വരെ വെള്ളം അടിച്ചിട്ട് പോവുകയാണ്. അവര് വഴിയിൽ വീണു പോകുന്നതാണ്. ആ വീണു പോയ ആ ഒരു ചിന്ത തന്നെയാണ് ഈ ജനങ്ങൾക്കും അതുപോലെ ഉണ്ടായത്. തലേ ദിവസം വൈകുന്നേരം മുതൽ കിടക്കുന്ന ആ മനുഷ്യൻ രാത്രിയിൽ പെയ്ത മഴയിൽ കുത്തിർന്ന് നനഞ്ഞൊലിച്ചു. പൂഴിയും മണലും അഴുക്ക് ചാലുന്നുള്ള ചെളിവെള്ളവും തിരിച്ച് ആ വെള്ളവസ്ത്രമെല്ലാം വികൃതമായി. തണുത്ത് മരവിച്ച ശരീരവും. അദ്ദേഹത്തിന്റെ ജീവൻ വിട്ടകന്നിട്ട് വളരെ നേരമായി. പോലീസുകാരെ നോക്കി, ഒരു ചലനവുമില്ല. അങ്ങനെ മറ്റുള്ളവരുടെ നിസ്സംഗതയാൽ, ഉപേക്ഷയാൽ, മുൻവിധികളാൽ ഒരു ജീവൻ ഒഴിയുകയാണ്. അങ്ങനെ അനേകർ മരിച്ചിട്ടുണ്ട് ഇതുപോലെ. ഈ ഒരു തലത്തില് ഒരുപക്ഷെ ഒരാളെങ്കിലും തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ജീവനെ രക്ഷപ്പെടുത്താനാകുമായിരുന്നു. എന്നും സമൂഹത്തിൽ നമ്മോടൊത്ത് അദ്ദേഹം ഉണ്ടായെന്ന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തണലേകാനും തുണയാകാനും സംരക്ഷണമാകാനും സാന്ത്വനമാകാനും അദ്ദേഹം ഉണ്ടായേനെ. നമ്മുടെ ചില പിന്തിരിയലുകൾ കൊണ്ട്, ചില തെറ്റിദ്ധാരണകൾ കൊണ്ട്, ഇതിന്റെ ഉത്തരവാദിത്തമല്ല മറ്റാരെങ്കിലും ചെയ്തോട്ടെ എന്ന സ്വാർത്ഥമായ ചിന്തകൾ കൊണ്ട്, താനീ നാട്ടുകാരനല്ല എന്ന നിസ്സംഗത തന്നെയാണ്
ഇതുപോലുള്ള ഒത്തിരി മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നത് ആ നായകൾ. പലപ്പോഴും നാം ഓടിച്ചിടുന്ന തെരുവ് പട്ടികൾ, ആ തെരുവ് പട്ടികളാണ് സഹജീവിയോട് അല്പമെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചത്. അത് സഹയാത്രികർക്ക് ഇല്ലാതെ പോയി. കുറച്ച് അധികം നാൾക്ക് മുമ്പ് ഞാൻ കോയമ്പത്തൂർ നിന്ന് ഒറ്റയ്ക്ക് പോരുകയായിരുന്നു കാറിന്. ആ സമയത്ത് റോഡിൽ ഒരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടു. അതായത് ഫുട്പാത്തിൽ. ആ കോയമ്പത്തൂർ നിന്ന് പോരുമ്പോൾ ആ 4 വേയിൽ ഒരു ഭാഗത്താണ് അദ്ദേഹം കിടക്കുന്നത് കണ്ടത്. ഞാൻ സ്പീഡിൽ പോരുകയായിരുന്നു. കാരണം അന്ന് ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്മസിന്റെ രാത്രി മോൾക്ക് കുർബാന കുടിക്കാൻ ഞാൻ വന്ന ശേഷം തിരികെ പോരുകയായിരുന്നു. ആ പോരുന്ന വഴിക്ക് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ആ വേഗത്തിൽ പോയ കാറിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് റിവേഴ്സ് വന്നു. കാരണം അവിടെയൊന്നും ആരുമില്ല. പാതിരാത്രി വെളുപ്പിനോടടുത്ത സമയമായി. ഞാൻ ചെന്നു, അയാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പതുക്കെ തട്ടി വിളിച്ചു. അയാൾ ജീവനുണ്ടോന്നറിയണം. ജീവനില്ലെങ്കിൽ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ജീവനോട് മല്ലിടിക്കുകയാണെങ്കിലും. അയാളെ തൊട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇല്ല കുഴപ്പമില്ല, പൊക്കോ എന്ന് പറഞ്ഞു. അതായത് അയാൾ മദ്യപിച്ചിട്ട് തന്നെയാണ്. അതെ, എനിക്കെങ്ങനെ തോന്നിയത്, പറ്റുമെങ്കിൽ അത് ഉപേക്ഷയാൽ, നിസ്സംഗതയാൽ, അത് ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ എനിക്ക് പോരാമായിരുന്നു. നമ്മളൊക്കെ സമരീയനാവണം. സമരീയനായാലേ പറ്റൂ. ക്രിസ്തുവിന്റെ ആ ഉപമയിലെ പുരോഹിതനോ ലേവ്യരോ ആകരുത്. പകരം സമരീയനാവണം, നല്ല അയൽക്കാരനാവണം, സ്വന്തം സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായ സമരിയാനാവണം. ഇനി ഞാൻ വരുന്നത് 2 ആഴ്ചക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്കാണ്. എൻ്റെ ഫ്രണ്ട് ഷിബുമോൻ സി ജോസഫിന്റെ അളിയന്റെ സംഭവത്തിലേക്ക്. ഒരു ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അതിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത്. മുൻവിധിയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന്റെ മരണം തട്ടിയെടുക്കേണ്ട ഒരേ ഒരു കാരണം ഓരോരുത്തരുടെയും മുൻവിധിയാണ്, നിസ്സംഗതയല്ല. ഉപേക്ഷയാണെന്ന് പറയാൻ പറ്റില്ല. അതിലേക്ക് വരാം. സമൂഹത്തിൽ നല്ലൊരു ജീവിതം നയിക്കുന്ന കുടുംബത്തിന്റെ എല്ലാമായിരുന്നു അദ്ദേഹം. ഓരോ കാര്യങ്ങൾക്കും ഓടി നടന്നു. സമൂഹത്തിലായാലും വീടിന്റെ ആയാലും ഭക്തിപരമായ കാര്യത്തിലായാലും. സ്നേഹമയ്യായ ഒരു മോളുണ്ട്, ഭാര്യയുണ്ട്. അവരടങ്ങുന്നതായിരുന്നു ആ അദ്ദേഹത്തിന്റെ സ്വർഗരാജ്യവും. യാതൊരു ദുശീലങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും. അദ്ദേഹം നയിച്ചിരുന്നതും പ്രാർത്ഥനയാണ്. എവിടെ ഏത് പ്രോഗ്രാം ഉണ്ടേലും, അത് മരണമാകട്ടെ, ആവട്ടെ, ബർത്ത്ഡേ ആവട്ടെ, വിവാഹമാവട്ടെ, മരണമാവട്ടെ, അവിടെയെല്ലാം പ്രാർത്ഥനയുമായി മുൻനിരയിൽ അദ്ദേഹമുണ്ട്. പ്രാർത്ഥന നയിക്കാൻ അദ്ദേഹമുണ്ട്. ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഏതാണ്ട് 53 വയസ്സേ കഴിഞ്ഞതേയുള്ളൂ. വേണ്ടത്ര വ്യായാമങ്ങളും പ്രാക്ടീസും അധ്വാനവും അദ്ദേഹത്തിന്റെ ജീവിത ശൈലി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ നാട് അങ്ങ് അകലെ ഉഗാണ്ടയൊന്നും അല്ല, ഈ തൊട്ടടുത്ത് കൊച്ചിയിലാണ്. മെയ് 30 അദ്ദേഹത്തിന് 48 ചരമദിനമാണ്. അതെ, ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഇടയ്ക്കിടെ ഇദ്ദേഹം ധ്യാനത്തിന് പോകാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ മാസം ധ്യാനത്തിന് പോയതാണ്. ഇദ്ദേഹം എൻ്റെ കൂടി അളിയനാണ്. കാരണം എൻ്റെ കൂട്ടുകാരന്റെ അളിയനായതുകൊണ്ട്. ധ്യാനത്തിന്റെ സ്തുതിപ്പിന്റെ സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലിയ ശബ്ദത്തിൽ ഉയർന്ന ഗാനത്തോടൊപ്പം ചുവടുകൾ വയ്ക്കുകയാണ്. അവിടെ ലീഡ് ചെയ്യാൻ ധ്യാനിപ്പിക്കുന്ന ആളുണ്ട്. അദ്ദേഹവും ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശബ്ദത്തിൽ ചെറുതായിട്ട് ചുവടുകൾ വെച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു. കൈ ഉയർത്തിയായിരുന്നു നിന്നിരുന്നത്, സ്തുതിച്ചിരുന്നത്. അദ്ദേഹം കുടഞ്ഞു വീണു. ആ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നവർ പലരും തന്നെ കരുതി ഭക്തിയുടെ നിറവിലുള്ള വീഴ്ചയാണെന്ന്. പലപ്പോഴും ഇതുപോലുള്ള സ്തുതിപ്പുകളുടെ നേരത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, അവർ വീഴാറുണ്ട്. അങ്ങനെയാകാം ഇതെന്നാണ് പറയുന്നത്. ആ വീഡിയോയിൽ
കാണുന്നുണ്ട്. അവർ നോക്കിയിട്ട് അവർ അവസരം, അതായത് ഇദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറിയിട്ട് അവർ വീണ്ടും സ്തുതിപ്പികൾ തുടരുകയാണ്. കൂടുതൽ സമയം അവിടെ കിടന്നിട്ടുണ്ടാവും ആ സ്തുതിപ്പികൾ കഴിയുന്നവരെ. നേരത്തെ പറഞ്ഞ സംഭവത്തിലെ മുൻവിധിയാണ് ഇവിടെ വന്നത്. കാരണം അത് ദൈവത്തിന്റെ പ്രഭയാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബോധം നഷ്ടപ്പെട്ട് വീണു എന്ന് തന്നെയാണ്. അത് ദൈവീക ശക്തിയാൽ എന്നാണ് അവർ വിചാരിച്ചത്. ആരും അറിഞ്ഞില്ല അതിന്റെ അപകടം, ഈ വീഴ്ചയുടെ വ്യത്യാസം, ഇതിന്റെ ഗൗരവം. അതോടെ എല്ലാം അവസാനിച്ചു. ആ കുടുംബത്തെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ദൈവം എടുത്തത്. തീർച്ചയായും സ്വർഗത്തിൽ പോകുമെന്നോ ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ ദൈവത്തോടൊപ്പമുണ്ടെന്നോ ആണോ ആശ്വസിപ്പിക്കുന്നത്? അവരിപ്പോഴും വിങ്ങിപ്പൊട്ടുകയാണ്. ഓരോരുത്തര് ആ വീട്ടിലെത്തുമ്പോൾ, അതേപറ്റി സംസാരിക്കുമ്പോൾ ആ വേർപാടിൽ അവർ നനന്തൊന്ന് കഴിയുകയാണ്. ആ ഭാര്യയും മക്കളും. എവിടെയായാലും വീഴ്ചയുടെ സ്വഭാവം അറിയണം, കിടപ്പിന്റെ രീതി അറിയണം, ശ്വാസമെടുപ്പറിയണം, ചലനമറിയണം. ഇതെല്ലാം അറിഞ്ഞാലേ അറിയൂ അത് ക്രിസ്തുവിനൊപ്പം കിടന്നതാണോ, അല്ലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വീണുപോയതാണോ, അല്ലെ പാപത്തിന്റെ ബാഹുല്യം കൊണ്ട് ബോധം വീണതാണോ? ധ്യാനസ്ഥലത്തെ വീഴ്ചയിൽ പോലും ശരീരം ചലിക്കാറുണ്ട്. ശരീരം ചലിക്കുന്നുണ്ടെന്ന് നോക്കണം. ഇന്നത്തെ കാലം അതാണ്. ഏത് പ്രായക്കാർക്കും, കുഞ്ഞു കുട്ടി മുതൽ വലിയ കുട്ടി വരെ മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ശാന്തി നേരുകയാണ്. സഹയാത്രയിൽ നമുക്കൊരു നോട്ടം വേണം. ഇതുപോലെ മരണങ്ങൾ നാം ഒത്തിരി കാണുന്നുണ്ട്. പ്രസംഗങ്ങളിൽ, കളികളിൽ, ക്ലാസുകളിൽ, കളിസ്ഥലങ്ങളിൽ, പൊതുയിടങ്ങളിൽ, ആരാധനാലയങ്ങളിൽ, സ്റ്റേജിൽ അങ്ങനെ നീളുകയാണ്. ഒരു സ്വാതന്ത്ര്യത്തിലെ ഒരു ഹിന്ദി പാട്ട് പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആലപിച്ചപ്പോൾ അവസാന സമയത്ത് അദ്ദേഹം ഇങ്ങനെ വീഴുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത് കുഴഞ്ഞു വീണ് മരിച്ചതാണ്. അതുപോലെ പ്രസംഗിക്കുമ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു ദേഹം ഇങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടു. ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി വീഴുന്നത് കണ്ടു. എല്ലാം അറ്റാക്കാണ്. പ്രായഭേദമന്യേ നമ്മെ കൊണ്ടുപോകുന്ന ഹൃദയസ്തംഭനം. ഓടി നടക്കുന്ന മനുഷ്യനാണ്. വ്യായാമങ്ങളും ഭക്ഷണക്രമങ്ങളും കൃത്യമായി പാലിക്കുന്നതാണ്. നമ്മെ പിടികൂടാം എങ്ങനെയെങ്കിലും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. യെസ്, ഇടയ്ക്കെങ്കിലും നാം ടെസ്റ്റ് ചെയ്യപ്പെടണം. ECG, എക്കോ, TMT, ബ്ലഡ് ടെസ്റ്റുകൾ. ജിമ്മിൽ പോയത് കൊണ്ട് നമുക്ക് ലൈഫൊന്നും നീട്ടിത്തരില്ല. അത് നീട്ടിത്തരുന്ന സൊല്യൂഷനുമല്ല. അവിടെ പോകുന്നവർ പോലും ഇതിന്റെ വിക്ടിമാണ്. എനിക്ക് പരിചയമുള്ള ഒത്തിരി പേര് എല്ലാ ദിവസവും ജിമ്മിൽ മണിക്കൂറുകൾ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ രാവിലെയുള്ള മോർണിംഗ് വാക്കിനിടെ മരിച്ചു വീണു. നല്ല ആരോഗ്യവും നല്ല ധനസ്ഥിതിയുമുള്ളതാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, ഒന്ന് തിരിഞ്ഞു നോക്കുക. തൻ്റെ കൂട്ടത്തിലുള്ളവൻ വീഴുമ്പോൾ, തൻ്റെ കൂട്ടത്തിലുള്ളവൻ ചരിയുമ്പോൾ, തൻ്റെ കൂട്ടത്തിലുള്ളവൻ കുഴയുമ്പോൾ മനസ്സിലാക്കണം അവൻ എന്താണ് വീഴുന്നതെന്ന്. അവന്റെ മുഖം ചെന്ന് മറയ്ക്കാനല്ല പറയുന്നത്. അവൻ രോഗാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ സഹായമോട് ആവശ്യം വരും. താനൊരു സമരിയനാവണമെന്ന് ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സർവേശ്വരന്മാരുടെയും സാന്നിധ്യമുണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.